ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വാസം, വിനയം, ആത്മനിയന്ത്രണം എന്നിവയാണ്. ഇതിനെതിരായ ന്യായപ്രമാണമൊന്നുമില്ല. എന്താണ് ആത്മാവിൻ്റെ ഫലം? ആത്മാവിൻ്റെ ഫലം എന്നത് വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശിക്കുന്ന 9 വിശിഷ്ടമായ ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു ക്രിസ്ത്യാനിയുടെ ആഭ്യന്തര രൂപാന്തരത്തിൻ്റെ ഫലമായി പുറത്താകുന്ന പുതിയ സ്വഭാവങ്ങളാണ്. ആത്മീയ ഗുണങ്ങൾ: സ്നേഹം, നിർബന്ധങ്ങളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം, എല്ലാവരോടും കൗതുകത്തോടെ പെരുമാറുക, ശത്രുക്കൾക്കുമാണ് സ്നേഹം കാണിക്കേണ്ടത്. സന്തോഷം, സാഹചര്യങ്ങളിൽ ആശ്രയിക്കാത്ത ആന്തരിക സന്തോഷം, ദൈവത്തിൽ വയ്ക്കുന്ന വിശ്വാസത്തിൽ നിന്നാണ് അത് ഉദിക്കുന്നത്. സമാധാനം, ആത്മാവിലെ ശാന്തിയും ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിന്നുള്ള മനസ്സിൻ്റെ നിർഭാഗ്യതയും വിഷമത്തിൻ്റെ നടുവിലും ഉള്ള ആത്മവിശ്രമം. ദീർഘക്ഷമ, കഷ്ടതകളും താളം കെട്ടുപോകലുകളും സഹിച്ചു നേരിടാനുള്ള ആത്മശക്തി, സഹോദരന്മാരോടും ദൈവത്തോടും സഹനത്തിൽ നിലനിൽക്കൽ. ദയ, മറ്റുള്ളവരോടുള്ള സൗമ്യതയും കരുണയും, ആരെയും വേദനിപ്പിക്കാതെ കരുണയോടെ പെരുമാറുക. നന്മ, ശരിയായതും നീതിയുള്ളതുമായ പ്രവൃത്തികൾ ചെയ്യുന്നത്, നന്മ വ്യാപനം ചെയ്യാനുള്ള ആഗ്രഹം. വിശ്വാസം, ദൈവത്തോടുള്ള ഉറച്ച വിശ്വാസവും മറ്റുള്ളവരോടുള്ള വിശ്വാസ്യതയും, പരിജ്ഞാപാലനം, സത്യനിഷ്ഠ. വിനയം, നമ്രതയും അഭിമാനരഹിതത്വവും ശാന്തമായ ഹൃദയം, ക്ഷമയുമുള്ള മനസ്സും. ആത്മനിയന്ത്രണം, പാപങ്ങളെ അതിജീവിക്കാനുള്ള ആത്മനിയന്ത്രിത മനോഭാവം, ഇടറാതെ ദൈവത്തിൻ്റെ ചട്ടത്തിൽ ആത്മാവ് നിലനിർത്തുന്നത്. ഇത് എങ്ങനെ ലഭിക്കും? ആത്മാവിൻ്റെ ഫലം നമ്മുടെ ശ്രമത്തിലൂടെയല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് ഉണ്ടാകുന്നത്. ദൈവവചനം പഠിക്കുക, പ്രാർത്ഥനയിൽ ഉറപ്പുള്ളവനാകുക, ദൈവശുദ്ധിയിൽ നിലനിൽക്കുക. ഇതുമൂലം ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങളുണ്ടോ? ഇത് പരിശോധിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മിൽ ആത്മാവിൻ്റെ ഫലം ധാരാളമായി കാണപ്പെടുകയാണെന്നാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.